ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ വളരെ പ്രയോജനപ്പെട്ടേക്കാവുന്ന ഒരു യഥാർത്ഥ ജീവിതാനുഭവം. കടം വീട്ടാൻ ഒരു സ്ത്രീ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, ഉപയോഗിച്ച ഒരു കഥ. വളരെ കൗതുകകരമായ ഒരു സംഭവമാണ്. ഇത് വെറും ടെക്നോളജിയുടെ കഥയല്ല അല്ലേ? ഒരു വ്യക്തിയുടെ സാമ്പത്തിക പോരാട്ടം, പിന്നെ അതിനെ എങ്ങനെ നേരിട്ടു എന്നതിന്റെ ഒരു വിവരണം. തീർച്ചയായും. അപ്പോ ഈ കഥ നടക്കുന്നത് അമേരിക്കയിലാണ്, ഡെലവെയറില്. ഓഹോ. ജെന്നിഫർ ആലൻ, 35 വയസ്സുണ്ട്, ഒരു റിയൽറ്ററാണ്, പിന്നെ കണ്ടന്റ് ക്രിയേറ്ററും. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാല് തരക്കേടില്ലാത്ത വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പൈസ മാനേജ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. സാധാരണ പലർക്കും പറ്റുന്നൊരു കാര്യമാണിത്. അതെ, അവര് തന്നെ പറയുന്നുണ്ട്, സാമ്പത്തിക സാക്ഷരത അതാരും പഠിപ്പിച്ചില്ല എന്ന്. ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ശരിയാണ്. പലർക്കും സ്കൂളിലോ കോളേജിലോ ഒന്നും ഇത് കിട്ടുന്നില്ല. അപ്പോ അവരുടെ കാര്യത്തിൽ മകളുടെ ജനനം ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എങ്ങനെ? അതായത് അപ്രതീക്ഷിതമായ മെഡിക്കൽ ബില്ലുകൾ വന്നു, പിന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ക്രെഡിറ്റ് കാർഡുകളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ വന്നു. ഓ. കടം പതിയെ കൂടി, ഏകദേശം ഒരു $23,000 മുകളിലായി. $23,000, അത് ഏകദേശം ഒരു 19 ലക്ഷം 20 ലക്ഷം രൂപയോളം വരും അല്ലേ? അതെ, അത്രയും വരും. അവര് പറയുന്നത്, ഞങ്ങൾ ആഡംബരമായിട്ടൊന്നും ജീവിക്കുകയായിരുന്നില്ല, ശരിക്കും പിടിച്ചു നിൽക്കാൻ നോക്കുകയായിരുന്നു എന്നാണ്. ശ്രദ്ധിക്കാതെ പോയപ്പോൾ കടമിങ്ങനെ പെരുകി. ആ അവസ്ഥയിലാണ് അവരൊരു പുതിയ വഴി നോക്കുന്നത്. അതാണ് ഈ ChatGPT എന്ന AI ടൂളിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അതെ, അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ നീക്കമായിരുന്നു. ഒരു 30 ദിവസത്തെ പേഴ്സണൽ ഫിനാൻസ് ചാലഞ്ച് അല്ലേ? അതെ, 30 ദിവസത്തെ ചാലഞ്ച്. ഇവിടെയാണ് AIയുടെ പങ്ക് വരുന്നത്. ഓരോ ദിവസവും കടം കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രാക്ടിക്കൽ ടിപ്പ് കൊടുക്കാൻ അവര് ChatGPTയോട് ആവശ്യപ്പെട്ടു. എന്തൊക്കെയായിരുന്നു ആ ടിപ്പുകൾ? പലതരം കാര്യങ്ങൾ. സൈഡ് ഹസിൽസ്, അതായത് അധിക വരുമാനം ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടെത്തുക. പിന്നെ ഉപയോഗിക്കാത്ത സബ്സ്ക്രിപ്ഷനുകൾ ഉണ്ടാകുമല്ലോ, അതൊക്കെ ക്യാൻസൽ ചെയ്യുക. ശരിയാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ മറന്നുപോയ പഴയ ബാങ്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിൽ പൈസയുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഓഹോ. അപ്പോ AI ഇവിടെ ഒരു ഉപദേശകൻ എന്നതിനേക്കാൾ ഒരു നോൺ ജഡ്ജ്മെന്റൽ അക്കൗണ്ടബിലിറ്റി പാർട്ണറായി പ്രവർത്തിച്ചു എന്ന് പറയാം. പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ മറ്റൊരാളോട് സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുമ്പോൾ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു നാണക്കേട് തോന്നിയേക്കാം. തീർച്ചയായും. AIയോട് ആകുമ്പോൾ ആ പ്രശ്നമില്ല. ദിവസവും ഓരോ ടാസ്ക് കിട്ടുന്നു, അതങ്ങ് ചെയ്യുന്നു. അതെ, അങ്ങനെയാണ് ഒരു ദിവസം ഈ പഴയ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ AI പറഞ്ഞപ്പോൾ എന്താണുണ്ടായത്? അവർക്ക് ഉപയോഗിക്കാതെ കിടന്ന ഒരു ബ്രോക്കറേജ് അക്കൗണ്ടിൽ നിന്നും മറ്റുമായിട്ട് ഏകദേശം $10,000 മുകളിൽ കണ്ടെത്താൻ പറ്റി. $10,000? അത് ഏകദേശം 8.5 ലക്ഷം രൂപയോളം വരും. അതെ, വെറുതെ കിടന്ന പണമാണ്. സാമ്പത്തിക കാര്യങ്ങൾ ഓർഗനൈസ്ഡ് അല്ലാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയാണിത് കാണിക്കുന്നത്. ശരിയാണ്. വേറെന്തെങ്കിലും ഇതുപോലെ ഉണ്ടായിരുന്നു. മറ്റൊരിക്കൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു മാസത്തേക്കുള്ള ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാൻ AI സഹായിച്ചു. ഗ്രോസറി ബില്ല് കുറയ്ക്കാൻ? അതെ, അതുവഴി ഏകദേശം ഒരു മാസത്തെ ചെലവിൽ ഒരു 50,000 രൂപയോളം ലാഭിക്കാൻ പറ്റിയെന്നാണ് പറയുന്നത്. കൊള്ളാം. ഇതൊക്കെ ചെറിയ സ്റ്റെപ്പുകളാണെന്ന് തോന്നുമെങ്കിലും ഒരുമിച്ച് വരുമ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. തീർച്ചയായും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കഥയിൽ AI ഒരു ടൂൾ മാത്രമാണ്. ശരിയാണ്. യഥാർത്ഥ മാറ്റം കൊണ്ടുവന്നത് ജെന്നിഫർ എല്ലാ ദിവസവും തന്റെ സാമ്പത്തിക സ്ഥിതിയെ നേരിടാൻ തയ്യാറായി എന്നതാണ്. ആ കണക്കുകൾ നോക്കി അതിനെപ്പറ്റി ചിന്തിച്ചു, പ്രവർത്തിച്ചു. എന്റെ നമ്പറുകളെ ഞാൻ ഭയപ്പെടാതായി എന്നവർ തന്നെ പറയുന്നുണ്ട്. ആ ഒരു മാനസികമായ മാറ്റം, അതാണ് പ്രധാനം. അതെ, സ്ഥിരമായ ചെറിയ പ്രവൃത്തികളുടെ ഒരു ശക്തിയാണത് കാണിക്കുന്നത്. അപ്പോ ആ 30 ദിവസത്തെ ചാലഞ്ച് കഴിഞ്ഞപ്പോഴെന്തു പറ്റി? റിസൾട്ട് ഗംഭീരമായിരുന്നു. അവരുടെ ആകെ കടത്തിന്റെ ഏകദേശം പകുതിയോളം, അതായത് $12,000 കൂടുതൽ, അതായത് ഒരു 10,30,000 രൂപയ്ക്ക് മുകളിൽ അവർക്ക് തിരിച്ചടക്കാൻ പറ്റി. കൊള്ളാം. പകുതിയോളം കടം തീർത്തു. അതെ. ഇനി ബാക്കിയുള്ള കടം വീട്ടാനായിട്ട് അവർ അടുത്തൊരു 30 ദിവസത്തെ ചാലഞ്ചിന് തയ്യാറെടുക്കുകയാണ്. ഇത് ശരിക്കും ഇൻസ്പയറിംഗ് ആണ്. ഇത് ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല. നമ്മൾ വലിയൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്കിന്റെ കണക്ക് പ്രകാരം 2025 ആദ്യ പാദത്തിൽ അമേരിക്കയിലെ കുടുംബങ്ങളുടെ ആകെ കടം $18.2 ട്രില്യൺ. 18.2 ട്രില്യൺ, അതൊരു ഭീകരമായ സംഖ്യയാണ്. അതെ,
ആ ഒരു വലിയ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ജെന്നിഫറിനെ പോലെയുള്ളവരുടെ ഈ വ്യക്തിഗത പരിശ്രമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു പ്രധാന ചിന്ത എന്താണ്? നമുക്ക് എന്ത് എടുത്താൻ പറ്റും ഇതിൽ നിന്ന്? ടെക്നോളജി, AI പോലുള്ളവ തീർച്ചയായും സഹായകമാവാം. പക്ഷെ യഥാർത്ഥ മാറ്റം വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ആ ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്നും പിന്നെ സ്ഥിരമായി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്നുമാണ്. അതെ, ജെന്നിഫറിന്റെ വാക്കുകൾ തന്നെ ഓർക്കാം. തുടങ്ങാൻ എല്ലാം ശരിയാകുന്നതുവരെ കാത്തിരിക്കരുത്. ശരിയാണ്. എല്ലാ ഉത്തരങ്ങളും കയ്യിലുണ്ടാവണമില്ല. പ്രശ്നമില്ലെന്ന് നടിക്കുന്നത് നിർത്തിയാൽ മതി. ഒരുപക്ഷേ നിങ്ങൾക്കും ഇത് ബാധകമായേക്കാവുന്ന ഒരു ചിന്തയാണ്. ചെറിയ ചുവടുവെപ്പുകൾ സ്ഥിരമായി മുന്നോട്ട് വെച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു നല്ല ഓർമ്മപ്പെടുത്തലാണിത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ധൈര്യത്തോടെ നേരിടുക, അതാണ് ഏറ്റവും പ്രധാനം. AI പോലുള്ള പുതിയ ടൂളുകൾക്ക് ചിലപ്പോൾ അതിലൊരു ചെറിയ സഹായം ചെയ്യാൻ പറ്റിയേക്കും. അതെ. ഈ കഥ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ട്. ഈ സാമ്പത്തിക കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനും പ്ലാൻ ചെയ്യാനുമൊക്കെ AI ഇത്രയധികം സഹായിക്കുമെങ്കിൽ ഭാവിയിൽ നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങൾ പൂർണ്ണമായി ഇത്തരം സിസ്റ്റങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് അത് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ സുരക്ഷിതമാണ്? അതൊരു നല്ല ചോദ്യമാണ്. അതിന്റെ സാധ്യതകളും അപകടങ്ങളും എന്തൊക്കെയാവാം? ഇത് നിങ്ങൾക്ക് സ്വന്തമായി ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും. അപ്പോ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള നിങ്ങളെ പ്രചോദിപ്പിച്ച അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ theopenmicpodcasts@gmail.com എന്ന വിലാസത്തിൽ എഴുതുക. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.